ദൈവസന്നിധിയിൽ സമ്പൂർണ്ണമായിട്ട് സമർപ്പിച്ചുകൊണ്ട് ശുശ്രൂഷയ്ക്കായിട്ട് ഒരുങ്ങുവാൻ എൻ്റെ മക്കളെ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വിവാഹ ശുശ്രൂഷയിൽ അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം യഥാർത്ഥമായി അനുഭവിപ്പാൻ എൻ്റെ മക്കളെ എല്ലാം അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നൽകുന്ന അഭിഷിക്തരെ ദിനങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധിനെ ഓർക്കുന്നു. അവിടുത്തെ ആത്മാവിനാൽ അവിടുന്ന് ബലപ്പെടുത്തണമേ. ഇതിനും ഏറ്റവും സന്തോഷവും അനുഗ്രഹവുമായി തീരുവാൻ അവിടുന്ന് സഹായിക്കണമേ. അവിടുത്തെ ആത്മാവിനെ ഓരോരുത്തരും അവിടുന്ന് നനയ്ക്കണമേ. കൂടി വന്നിരിക്കുന്ന മക്കളെ എല്ലാം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ ശുശ്രൂഷയിലായിരിക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കണം. യേശുവിനെ അപേക്ഷിക്കുന്നു. കൂടെ കേട്ടറിവാറാകണമേ. ബ്രൈഡൽ മാർച്ച്. ഈ വിവാഹ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാവരും ആദ്യോടൊപ്പം ഭയഭക്തിയോട് സംബന്ധിക്കണം എന്ന് ഓർപ്പിക്കുന്നു. ഇതിനടുത്ത് വെച്ച് സംസാരിക്കുവാനോ മൊബൈൽ ഫോണോ ഉപയോഗിക്കാനോ സാധിക്കില്ല. സംസാരിക്കേണ്ടവർ പള്ളിക്ക് വെളിയിലേക്ക് പോയി സംസാരിക്കാവുന്നതാണ്. അത് പങ്കു ചെയ്തോ ഭയഭക്തിയോടെ സ്വാഗതം ചെയ്യുന്നു. വന്നിരുന്ന അച്ഛന്മാരെ എല്ലാവരെയും ഒരു വാക്കിൽ സ്വാഗതം ചെയ്യട്ടെ. നമുക്ക് നൽകിയിരിക്കുന്ന ഈ സർവീസ് ഓർഡറിൽ ഒന്നാം പുറത്തുള്ള ഇനിയോളം തുടർച്ചയെന്നുള്ള കീർത്തനം നമുക്ക് പാടാം.
പ്രിയമുള്ളവരെ, നൈജൽ ജോബിന്റെയും ജെബീന ആൻജേക്കിന്റെയും വിശുദ്ധ വിവാഹത്തിൽ ഒന്നിച്ചു ചേർക്കുവാനായി നാം ദൈവസന്നിധിയിലും ഈ സഭായോഗത്തിന് മുമ്പാകെ കൂടിയിരിക്കുന്നു. വിവാഹം മാനമുള്ള അവസ്ഥയും ദൈവത്താൽ നിയമിക്കപ്പെട്ടതും മിശിഹായും അവരുടെ സഭയും തമ്മിലുള്ള ആത്മീയ ഐക്യം നമുക്ക് വെളിപ്പെടുത്തുന്നതുമാണ്. ഈ വിശുദ്ധ അവസ്ഥയെ മിശിഹ ഗലീലയിലെ കാരാമിൽ തന്റെ സാന്നിധ്യത്താലും ഒന്നാമത് ചെയ്ത അതിശയത്താലും അലങ്കരിച്ച് പങ്കുവെത്തി. ഇത് സകല മനുഷ്യർക്ക് മാനമുള്ളതാകുന്നുവെന്ന് വിശുദ്ധ തിരുവെഴുത്ത് ഘോഷിക്കുന്നു. അതിനാൽ അവിവേകമായോ നിസ്സാരമായോ ജഡാഭിലാഷമായോ ആരും വിശുദ്ധ വിവാഹത്തിൽ പ്രവേശിക്കരുത്. എന്നാൽ ഏത് ഉദ്ദേശങ്ങൾക്കായി അത് നിയമിക്കപ്പെട്ടു എന്ന് വേണ്ടും പ്രകാരം ചിന്തിച്ച് വണക്കത്തോടും വിവേകത്തോടും സന്ദേശത്തോടും ദൈവഭക്തിയോടുകൂടെ വിശുദ്ധ വിവാഹത്തിൽ ഏർപ്പെടാവുന്നു. ഒന്നാമത്, ദൈവത്തിന് പ്രകാരം മനുഷ്യത്വം ബന്ധിക്കേണ്ടതിനും കർത്താവിനെ കുറിച്ചുള്ള ഭയത്തിലും ബാലശിക്ഷയിലും അവന്റെ പരിശുദ്ധ നാമത്തിന്റെ വീഴ്ചയ്ക്കായും പൈതങ്ങൾ വളർത്തപ്പെടേണ്ടത്. രണ്ടാമത്, ദൈവത്താൽ നൽകപ്പെട്ടതും ക്രിസ്തുവിൽ വീണ്ടെടുക്കപ്പെട്ടതുമായ പ്രകൃതിയാലുള്ള ആഗ്രഹങ്ങളും വികാരങ്ങളും പരിശുദ്ധമായി നേർപാതയിൽ നടത്തപ്പെടേണ്ടത്. ഈ വിശുദ്ധ അവസ്ഥയിലേക്ക് ദൈവത്താൽ വിളിക്കപ്പെടുന്നവർ ജീവിത നിർമ്മലതയോടെ ആയതിൽ നിലനിൽക്കേണ്ടത്. മൂന്നാമത്, ഐശ്വര്യത്തിലും അനർത്ഥത്തിലും തമ്മിലുണ്ടാകേണ്ട കൂട്ടായ്മയും ആശ്വാസത്തിലും സഹായത്തിലുമായി വിവാഹം നിയമിക്കപ്പെട്ടു. ഈ വിശുദ്ധ അവസ്ഥയിലേക്ക് ചേർക്കപ്പെടുവാനായി ഇവർ ഇപ്പോൾ ദൈവസന്നിധിയിൽ വന്നിരിക്കുന്നു. അതിനാൽ ഇവർ ന്യായമായി തമ്മിൽ യോജിപ്പിക്കപ്പെട്ടുകൂടാ എന്നുള്ളതിന് തക്ക കാരണം കാണിക്കുവാൻ ആർക്കെങ്കിലും കഴിയുമെങ്കിൽ അത് ഇപ്പോൾ പറയണം, അല്ലെങ്കിൽ ഇനി പിന്നാൽ ഒരിക്കലും പറയാതിരിക്കണം. നൈജൽ, ജെബീന, നിങ്ങൾ വിവാഹത്തിൽ ന്യായമായി ഒന്നിച്ചു ചേർന്നുകൂടാത്ത ഏതെങ്കിലും വിരോധമുണ്ടെന്ന് നിങ്ങൾ ഇരുവരിൽ ആരെങ്കിലും അറിയുന്നുവെങ്കിൽ സകല ഹൃദയങ്ങളിലേക്ക് രഹസ്യങ്ങൾ അറിയുന്ന ദൈവത്തിന്റെ സന്നിധിയിൽ നിങ്ങളായിരിക്കുന്നത് ഇപ്പോൾ അത് അറിയിച്ചുകൊള്ളണമെന്ന് ഞാൻ നിങ്ങൾ ഇരുവരോടും നിഷ്കർഷയായി ആവശ്യപ്പെടുന്നു. എന്തെന്നാൽ ദൈവഹിത പ്രകാരമല്ലാതെ യോജിപ്പിക്കപ്പെടുന്നവർ ദൈവത്താൽ കൂട്ടിച്ചേർക്കപ്പെട്ടവരല്ല എന്നും അവരുടെ വിവാഹം ന്യായമുള്ളതല്ല എന്നും നിശ്ചയമായി അറിഞ്ഞുകൊള്ളുകയും. Will you have Jabina to be your wife and cleave to her alone? Will you love her, honor her, and be a faithful husband to her, as long as you both shall live? I will with God's help. Jabina, will you have Nigel to be your husband and cleave to him alone? Will you love him, honor him, and be a faithful wife to him, as long as you both shall live? I will with God's help. I will with God's help. Who gives Jabina to be married to Nigel?
in health and in sickness, to love, cherish, and protect, as long as we both shall live according to God's holy law. And to this, I give you my pledge. I, Jevina, take you, Nigel, to be my husband, to have and to hold, from this day forward, for better, for worse, for richer, for poorer, in health and in sickness, to love, cherish, and obey, as long as we both shall live according to God's holy law. And to this, I give you my pledge. God has heard your vows and we are witnesses. Let us pray. Bless these rings, minnet and mantle, O merciful Lord, that those who give them and those who wear them may ever be faithful one to the other and continue together in love and grace, so long as they both shall live through Jesus Christ our Lord. I wed you with this ring as the covenantal sign of our constant faith and abiding love. With my body, I honor you. What I am, I give to you. What I have, I share with you. In the name of the Father, and of the Son, and of the Holy Spirit. Amen.
ഈ രാജ്യത്തിന്റെ നിയമപ്രകാരവും ഇവർ ഭർത്താവും ഭാര്യയുമായിരിക്കുന്നുവെന്ന് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞാൻ പ്രസിദ്ധപ്പെടുത്തുന്നു. അതുകൊണ്ട് ദൈവം കൂട്ടിച്ചേർത്തവരെ ആരും ഓർമ്മിക്കരുത്. പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം നിങ്ങളെ അനുഗ്രഹിച്ച് കാത്തു പരിപാലിക്കട്ടെ. കർത്താവ് തന്റെ കരുണയോടും കൃപയോടും നിങ്ങളെ കടാക്ഷിച്ച് പരലോകത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാൻ ഇഹലോകത്തിൽ നിങ്ങൾക്ക് അനുകൂലമായി മാറേണ്ടതിന് നിങ്ങളെ സകല ആത്മീയ അനുഗ്രഹങ്ങളും നമുക്ക് കൊണ്ടും നിറയ്ക്കുമാറാകട്ടെ. നാം നിൽക്കുമ്പോൾ തന്നെ എട്ടാമൂറത്തുള്ള 127 സങ്കീർത്തനം ഗായക സംഘം പാടുന്നതാണ്. നമുക്ക് ചെറുപ്പം ഗായക സംഘം ചേർന്ന് പാടാവുന്നതാണ്. സങ്കീർത്തനം 127.
ദമ്പതികളായ മേജലിനെയും ജിമിനെയും ദൈവകരങ്ങളിലേക്ക് സമ്പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഗൗരവമായി പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളോട് തന്നെ ഉണ്ടാകണമേ. കർത്താവേ, ഞങ്ങളോട് തന്നെ ഉണ്ടാകണമേ. ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം സ്തുതിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ക്രിസ്തുവിന്റെ ഫലമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാരെ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളെ ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷിക്കാതെ ദുഃഖത്തിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. ആമേൻ. കർത്താവേ, ദമ്പതികളെ കടാക്ഷിക്കണമേ. കർത്താവേ, നിന്റെ വിശുദ്ധ സ്ഥലത്ത് നിന്ന് ഇവർക്ക് സഹായം ചെയ്യണമേ. കർത്താവേ, ഇവർക്ക് ബലമുള്ള ഉപരമായിരിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. തലമുറ തലമുറയായ ഞങ്ങളുടെ മാതാപിതാക്കളുടെ ദൈവമേ, നിന്റെ ദാസരായ ഏഞ്ചലിനെയും ലിബിനെയും അനുഗ്രഹിച്ച് നിന്റെ വിശുദ്ധ വചനത്തിൽ ഇവർക്ക് പ്രയോജനമായി ഇവർ പഠിക്കുന്നതെല്ലാം ശരിയായി പ്രവർത്തിക്കേണ്ടതിന് നിത്യജീവന്റെ വിത്ത് ഇവരുടെ ഹൃദയങ്ങളിൽ വിതയ്ക്കണമേ. ഇവരുടെ കുടുംബജീവിതം ദൈവിക പരിജ്ഞാനത്തിലും ദൈവഭക്തിയിലും നിറയുവാൻ നിന്റെ കൃപ ചൊരിയണമേ. ഇവർ അന്യോന്യം വിലക്കിന്റെയും ശക്തി പകരുന്നവരും ഉത്കണ്ഠയിൽ ആലോചന നൽകുന്നവരും വ്യസനത്തിൽ ആശ്വാസവും സന്തോഷത്തിൽ പങ്കാളിത്തവും നൽകുന്നവരും ആയിരിക്കുവാൻ സഹായിക്കണമേ. ഇവർ ജീവിതത്തിന്റെ എല്ലാ നാളുകളിലും നിന്നോടും അന്യോന്യം സ്നേഹത്തിലും സമാധാനത്തിലും വളരുവാൻ ഇവരുടെ മനസ്സുകളെ നിന്റെ ഹിതത്തിലും ഇവരുടെ ആത്മാക്കളെ നിന്റെ ആത്മാവിലും ഒന്നാക്കി തീർക്കണമേ. അന്യോന്യം വേദനപ്പെടുന്ന സാഹചര്യങ്ങളിൽ തെറ്റുകൾ മനസ്സിലാക്കുവാനും ഏറ്റുപറയുവാനും പരസ്പരമുള്ള ക്ഷമയും ദൈവത്തിൽ നിന്ന് ക്ഷമയും പ്രാപിക്കുവാനും ഇവരെ ശക്തീകരിക്കണമേ. തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമക്കുന്നതിനും തങ്ങളുടെ ഭവനത്തിലെയും സമൂഹത്തിലെയും ഉത്തരവാദിത്തങ്ങൾ ഒരുമിച്ച് നിർവഹിക്കുന്നതിനും ഇവരെ പ്രാപ്തിപ്പെടുത്തണമേ. ജീവപര്യന്തം അന്യോന്യം വിശ്വസ്തരായിത്തീരുന്ന ദൈവരാജ്യത്തിൽ സ്ഥിരമായി നിൽക്കേണ്ടതിന് ഇവരുടെ മേൽ നിന്ന് ധാരാളമായ കൃപ ചൊരിയണമെന്ന് കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. കരുണയുള്ള കർത്താവേ, സ്വർഗ്ഗസ്ഥ പിതാവേ, മനുഷ്യവർഗ്ഗം വർദ്ധിക്കുന്നത് നിന്റെ കൃപയുള്ള ദാനങ്ങൾ മാത്രമാകുന്നുവല്ലോ. ദൈവഭക്തിയിലും സ്നേഹത്തിലും നല്ല മാതൃകയുള്ളവരായി ദീർഘകാലം ഒരുമിച്ച് വസിക്കുവാൻ അനുഗ്രഹിക്കണമേ. ഇവർ സന്താനം ഭാഗ്യമുള്ളവരും തങ്ങളുടെ പൈതങ്ങളെ ക്രിസ്തീയ ഭക്തിയോടും സുഹൃത്തോടും വളർത്തുവാൻ പരിജ്ഞാനമുള്ളവരുമാക്കണമേ. പൈതങ്ങളെ പ്രകാരം വളർന്ന് നിനക്ക് സ്തുതിയും ബഹുമാനവും കരയേറ്റുന്നവരായിരിക്കുവാൻ നിന്റെ അനുഗ്രഹം കൊണ്ട് സഹായിക്കണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. വിവാഹം കൊണ്ട് ഒന്നായാലെ വേർപെടുത്തരുത്. ഒരു നാൾ ന്യായമല്ല എന്ന് പ്രതീക്ഷിച്ചതായിരിക്കും. മനുഷ്യനായും അവന് സാധിക്കും. തമ്മിൽ തമ്മിലുള്ള ആത്മീയ വിവാഹത്തെയും ഒരുമയും സ്പഷ്ടമാക്കി കാണിക്കുന്ന അടയാളമാണ് വിവാഹത്തിന്റെ അവസ്ഥയെ ശ്രേഷ്ഠതകളമായി പ്രതീക്ഷിക്കുന്നുവല്ലോ. ദൈവമേ, മനുഷ്യനാഥൻ മണവാട്ടിനായ സഭയെ സ്നേഹിച്ചു. അതിനുവേണ്ടി തന്നെ താൻ ഏൽപ്പിച്ചു. അതിനെ തന്റെ ശരീരത്തെ പോലെ തന്നെ സ്നേഹിച്ച് പരിപാലിക്കുന്നവരോ അപ്രകാരം നൈജലും ജെബിനും തന്റെ വിവാഹം നിന്റെ വചനപ്രകാരം പരസ്പരം സ്നേഹിക്കുന്നവരും വിശുദ്ധിയിലും ദൈവഭക്തിയിലും വിശ്വസ്തയിലും ശാന്തിയിലും സുബോധത്തിലും സമാധാനത്തിലും ഐക്യതയോടെ വളരുവാൻ ഇവരെ കടാക്ഷിക്കണമേ. കർത്താവെ, ഇവർ ഇരുവരെയും അനുഗ്രഹിച്ചു. ഇവർ നിന്റെ ന്യായ നിത്യരാജാനുഭവക്കാരായി തീരുവാൻ ഞങ്ങളുടെ കർത്താവായ യേശു കൃപ ചെയ്യണമേ.
എനിക്ക് പ്രവചനങ്ങൾ ഉണ്ടായിട്ട് സകല ഭരണങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും മലകളെ നീക്കുവാൻ തക്ക വിശ്വാസം ഉണ്ടായാലും സ്നേഹമില്ലാതെ ഞാൻ ഏതുമില്ല. എനിക്കുള്ളതെല്ലാം നല്ലതാനം ചെയ്താലും എന്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും സ്നേഹമില്ലായെങ്കിൽ എനിക്ക് ഒരു പ്രയോജനവുമില്ല. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദ്വേഷപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു. എല്ലാം ഓർക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. സ്നേഹം ഒരു നാളും മുതിർന്നു പോകുകയില്ല. പ്രവചനപരമോ അത് നീങ്ങിപ്പോകും, ഭാഷാപരമോ അത് നിന്നുപോകും, ജ്ഞാനമോ അത് നീങ്ങിപ്പോകും. അംശമായി മാത്രം നാം അറിയുന്നു, അംശമായി മാത്രം പ്രവചിക്കുന്നു. പൂർണ്ണമായത് വരുമ്പോഴോ അംശമായി നീങ്ങിപ്പോകും. ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു, ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ നിരൂപിച്ചു. പുരുഷനായ ശേഷമോ ഞാൻ ശിശുവിനുള്ളത് ത്യജിച്ചു കളഞ്ഞു. ഇപ്പോൾ നാം കണ്ണാടിയിൽ കണ്ണുപടിയായി കാണുന്നു, അപ്പോൾ മുഖാമുഖമായി കാണും. ഇപ്പോൾ ഞാൻ അംശമായി അറിയുന്നു, അപ്പോഴോ ഞാൻ അറിയപ്പെട്ടതുപോലെ അറിയും. ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഈ മൂന്നും നിലനിൽക്കുന്നു. ഇവയിൽ വലിയതോ സ്നേഹം തന്നെ. ഇവിടെ വേദഭാഗം വായിച്ച് അവസാനിക്കുന്നു. ഈ വിവാഹ ശുശ്രൂഷയിൽ വധുവരന്മാർക്കുള്ള ആവശ്യമായ പ്രബോധനം നൽകുന്നത് നമ്മുടെ കൗൺസിലിംഗ് സെന്ററിന്റെ ഡയറക്ടറായി പ്രവർത്തിക്കുന്ന വലിയ ബഹുമാനമുള്ള റോബിൻ മാത്യൂസിനാണ് അച്ഛനെതിരെ. സഹോദരന്മാരെ, വിശ്വാസവുമായി വിശുദ്ധ വിവാഹത്തിലൂടെ ഒന്നാക്കപ്പെട്ട ഡോക്ടർ നൈജൽ, ഡോക്ടർ ജബിന, ഏവർക്കും ദൈവനാമത്തിൽ സ്നേഹമാണ്. വളരെ സന്തോഷകരമായിട്ടുള്ള ഈ ദിവസം നമുക്ക് ഒരുമിച്ച് കൊണ്ടുവരുവാൻ ദൈവം സഹായിക്കുന്നതായിട്ട് അദ്ദേഹത്തിന് സമർപ്പിക്കുന്നു. ആദ്യമായി തന്നെ ഡോക്ടർ നൈജലിനും ഡോക്ടർ ജബിനയ്ക്കും എല്ലാവിധമായ ആശംസകൾ കൂടി വന്നിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ അറിയിക്കുന്നു. എന്നതുപോലെ തന്നെ എനിക്ക് വളരെ സന്തോഷമുള്ള ദിവസമാണ്. കാരണം മലപ്പള്ളിയിൽ ഞാൻ പഠിച്ച മാറുഡൈനീഷ്യ ശിശുവാരി മലപ്പള്ളിയിൽ ആ സ്കൂളിൽ പഠിച്ച ഒരു അലംനായാണ് പ്രിയ ജബിന. അതോടൊപ്പം തന്നെ എൻ്റെ അനിയൻ്റെ ബാച്ച്മേറ്റ് കൂടിയാണ് ജബിന. അതോടൊപ്പം തന്നെ പ്രീനാറ്റൽ കൗൺസിലിൽ വന്ന അന്ന് മുതൽ പ്രിയ നൈജലും എനിക്ക് തോന്നുന്നു എല്ലാ മാസവും പിള്ളേരും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനും കല്യാണത്തോടനുബന്ധമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാനൊക്കെ വളരെ സന്തോഷമുള്ള ഒരു കപ്പിൾ. വളരെ സന്തോഷമുള്ള ദൈവം നിങ്ങളെ കൂടുതലായിട്ട് അനുഗ്രഹിക്കട്ടെ എന്നാണ് ചെയ്യുന്നത്. വളരെ ചുരുക്കമായി ഈ ഒരു ആരാധനയ്ക്കായിട്ടുള്ള പ്രബോധനം നൽകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതിനാദ്യമായിട്ട് വെച്ചിരിക്കുന്നത് 3 അതിൻ്റെ 13 വാക്യം. ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഈ മൂന്നും നിലനിൽക്കുന്നു. ഇതിൽ വലുതോ സ്നേഹം തന്നെ. ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ പരിചിതമായിട്ടുള്ള ഒരു പ്രത്യേക രീതിയാണ് എവറി ഡേ മോസ്റ്റ് ഓഫ് us will walk with our pet. നമ്മുടെ പെറ്റുമായിട്ട് നടക്കാൻ ഇറങ്ങുക എന്ന് പറയുന്നത് വളരെ സർവ്വസാധാരണമായിട്ടിരിക്കുന്ന ഒരു കാര്യം. അപ്പോൾ ആ ഒരു പ്രക്രിയയിൽ കുടുംബജീവിതത്തിൽ നാം മനസ്സിലാക്കേണ്ട 4 principles, the 4 principles that we are to identify by we are walking with our pet in our family life. അപ്പം ആ ഒരു 4 principles പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, യജമാനൻ തന്റെ പെറ്റുമായിട്ട് നടക്കാൻ ഇറങ്ങുമ്പോൾ ഇടയ്ക്ക് ഈ പെറ്റ്
ഒരുമിച്ച് നടക്കുക, ഒരുമിച്ച് ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ടാണ് when the master walked with the pet, when the pet tried to run ahead, മാസ്റ്റർ ചെയ്യും അതിനെ പുറകോട്ട് വരും. ഇപ്പം നിങ്ങൾ തമ്മിൽ ആരെങ്കിലും ഒരാൾ മുമ്പോട്ട് പോകാൻ അല്ലെങ്കിൽ പുറകോട്ടായാൻ ശ്രമിച്ചാൽ എന്തെങ്കിലും കുറവുണ്ടെന്ന് തോന്നിയാൽ എന്ത് ചെയ്യണം? ചേർത്ത് പിടിക്കാനുള്ള ഒരു അനുഭവം നമുക്കുണ്ടാകുന്നു. 2, ഒരുമിച്ച് ഈ മാസ്റ്റർ പെറ്റിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ രണ്ടാമതായിട്ട് കാണുന്ന പ്രത്യേകത, ഈ പെറ്റ് ഇടയ്ക്ക് എവിടെയെങ്കിലൊക്കെ നിന്നിട്ടിങ്ങനെ ഓരോ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി തുടങ്ങും. ചില പുതിയ കാര്യങ്ങൾ കാണുമ്പോൾ, എന്തെങ്കിലും പുതിയൊരു ബട്ടർഫ്ലൈ കാണുമ്പോൾ പെറ്റ് അതിന് പുറകെ പോകാനുള്ള ടെൻഡൻസി കാണും. മാരീഡ് ലൈഫിലും ഉണ്ടാകുന്ന ഒരു ടെൻഡൻസിയാണ്. കല്യാണം കഴിച്ച് കഴിയുമ്പോൾ പുതിയ പുതിയ കാര്യങ്ങൾ കാണുമ്പോൾ അതിലോട്ടൊക്കെ മനസ്സ് നിൽക്കാനുള്ള ടെൻഡൻസി ഉണ്ടാകും. എന്ത് ചെയ്യണം? ഈ മാസ്റ്റർ എന്ത് ചെയ്യും? അതെല്ലാം കാണുമ്പോൾ മാസ്റ്റർ പുറകോട്ട് വലിക്കുന്നതാണ്. ഇതൊന്നുമല്ല നിങ്ങൾക്ക് പ്രധാനം. എന്താണ്? ഒരുമിച്ച് ജീവിക്കുക, ഒരുമിച്ച് ആ പ്രത്യേകത മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നമ്മുടെ പ്രത്യേകതകൾ, നമ്മുടെ കുറവുകൾ മനസ്സിലാക്കി ഒരുമിച്ച് ജീവിക്കുവാൻ ഉള്ള ഒരു അനുഭവം നമുക്കുണ്ടാകണം. 3rd പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, നിങ്ങൾ ഒരുമിച്ച് ഈ മാസ്റ്റർ പെറ്റും ഒരുമിച്ച് നടന്നു തുടങ്ങുമ്പോൾ ചുറ്റുപാടുള്ള മറ്റ് ആനിമൽസ്, മറ്റ് ഡോഗ്സ്, ഇവരൊക്കെ എന്ത് ചെയ്യും? ഇവർ പോകുന്ന കാണുന്നത് അല്ലെങ്കിൽ മാസ്റ്റർ പെറ്റ് ഒരുമിച്ച് പോകുന്ന കാണുമ്പോൾ ഇഷ്ടപ്പെടാത്ത പല രീതിയിലുള്ള വാക്കിങ്സ് എല്ലാം ഉണ്ടാവും. ഫാമിലി ലൈഫിൽ ജീവിച്ച് തുടങ്ങുമ്പോൾ ഒത്തിരി കമൻസും ഒത്തിരി അഭിപ്രായങ്ങളെല്ലാം കേൾക്കും. നമ്മളെന്താ ചെയ്യേണ്ടത്? ഈ അഭിപ്രായങ്ങളൊന്നും കേൾക്കാതെ മാസ്റ്ററിനൊപ്പം ചേർന്ന് നിൽക്കുക, ഒരുമിച്ച് ചേർന്ന് നിൽക്കുക. മറ്റ് കമൻസ് അല്ല, നിങ്ങളാണ് നിങ്ങളുടെ ലൈഫിനെ നയിക്കുന്നത് എന്ന് മനസ്സിലാക്കുക, ഒരുമിച്ച് ചേർന്ന് നിൽക്കാനുള്ള അനുഭവം ഉണ്ടാകണം. അവസാനത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, ഈ പെറ്റിനോടൊപ്പം മാസ്റ്റർ യാത്ര ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ പെറ്റ് നിന്നിട്ട് ഒന്ന് തിരിഞ്ഞ് മാസ്റ്റർ നോക്കുന്നു. എന്തിനാണ് നോക്കുന്നത്? ഞാൻ ചെയ്യുന്നതല്ല ഓക്കെ ആണോ എന്ന് ചോദിക്കും. നിങ്ങൾ അങ്ങോട്ടും മുഖത്തോട്ട് പോകുന്ന നോക്കണം എന്നതോടൊപ്പം ഇടയ്ക്ക് തിരിഞ്ഞ് ദൈവത്തെ കൂടെ ഒന്ന് നോക്കണം. വളരെ ബിസി ലൈഫായിരിക്കുമ്പോൾ ഈ ബിസി ലൈഫിൻ്റെ മധ്യത്തിൽ ഒരു നിമിഷം നിന്ന് ദൈവത്തോട് ചോദിക്കുക, ഞാൻ ചെയ്യുന്നത്, ഞങ്ങൾ ഒരുമിച്ച് ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് ഒരു വീണ്ടും വിചാരം ഉണ്ടാകുക നമുക്ക് കഴിയണം. അവിടെയാണ് ശരിയായിട്ടുള്ള കുടുംബജീവിതം, അനുഗ്രഹീതമായിട്ടുള്ള ഫാമിലി ലൈഫ് ഉണ്ടാകുന്നത്. അപ്രകാരം സന്തോഷത്തോടെ ആരോഗ്യത്തോടെ ജീവിക്കാൻ, ഒരു കുടുംബജീവിതം അനുഗ്രഹീതമായി തീരുവാൻ ദൈവം സഹായിക്കട്ടെ. താങ്ക് യു. അടുത്ത പാട്ടുപാടുന്ന അവസരത്തിൽ വരനും മതവും വിവാഹവും രജിസ്റ്റർ ഒപ്പുവയ്ക്കുന്നതും ഇരുഭാഗത്തു നിന്നും സാക്ഷികൾ വന്ന് വിവാഹ രജിസ്റ്റർ ഒപ്പുവയ്ക്കേണ്ടതുമാണ്. അതിനെ തുടർന്ന് വരന്റെ മതം സ്തോത്രകാഴ്ച അർപ്പിക്കുന്നതാണ്. വരനുള്ള സ്തോത്രകാഴ്ച വധുവിന്റെ ഭാഗത്തു നിന്നും, വധുവിനുള്ള സ്തോത്രകാഴ്ച വരന്റെ ഭാഗത്തു നിന്നും നൽകേണ്ടതാണ്. നമുക്കെല്ലാവരും എഴുന്നേറ്റ് നിൽക്കാം. ഈ സർവീസ് ഓർഡറിൽ 13-ാമതുള്ള യേശു നായക വന്നാലും തന്നാലും വരം എന്നുള്ള ഗീതം ലൈസത്തോട് ചേർന്ന് നമുക്ക് പാടാവുന്നതാണ്.
Bless us in our work Bless us in our work and in our companionship, and in our companionship, in our sleeping in our sleeping and waking, and waking, in our joys in our joys and in our sorrows, and in our sorrows, in our life in our life and in our death. and in our death. Finally, in your mercy, Finding your mercy, bring us to that table bring us to that, where your saints feast forever where your saints feast forever, in your heavenly home. in your heavenly home, Through Jesus Christ our Lord, through Jesus Christ our Lord, who with you and the Holy Spirit who with you and the Holy Spirit, lives and reigns one God forever and ever. lives and reigns one God forever and ever. Amen. Amen. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. സർവശക്തനായ കർത്താവേ, നിത്യദൈവമേ, നിന്റെ മഹാശക്തിയുള്ള സൃഷ്ടിമണ്ഡലങ്ങളുടെയും എന്നേക്കും ശരീരത്തിനും ആത്മാവിനും പാലിക്കപ്പെടേണ്ടതിനും ഞങ്ങളുടെ ഹൃദയങ്ങളെയും ശരീരങ്ങളെയും നിന്റെ പ്രമാണങ്ങളുടെ വഴികളിലും നിന്റെ കൽപ്പനകൾക്ക് ചേർക്കുകയും നടത്തി ശുദ്ധീകരിച്ച് ധരിക്കുവാൻ ഇഷ്ടം തോന്നുമെന്ന് ഞങ്ങളുടെ കർത്താവ് ഇഷ്ടമായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. സ്വർഗ്ഗസ്ഥപിതാവായ ദൈവമേ, സ്നേഹമായ പ്രമാണത്തിന് നിവൃത്തിയെന്ന് നിന്റെ വിശുദ്ധ അപ്പോസ്തലൻ മുഖാന്തരം ഉപദേശിച്ചല്ലോ. തമ്മിൽ തമ്മിൽ സ്നേഹിച്ച് തങ്ങളുടെ ജീവിതാവസാനം വരെ നിന്റെ സ്നേഹത്തിൽ നിലനിൽക്കുവാൻ നിന്റെ വിവാഹിതരായ നിന്റെ മക്കൾക്ക് ഉപകരണമെന്ന് പിതാവിനോടും പരിശുദ്ധാത്മാവോടും കൂടെ ഏകദൈവമായും കാലാവസാനങ്ങളായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. നിത്യനായ ദൈവമേ, കുടുംബമെന്ന വ്യവസ്ഥിതി കൽപ്പിച്ചു തന്നിരിക്കുന്നതിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് വിവാഹിതരായവരെ ഈ ദിവ്യ ശുശ്രൂഷയിൽ സംബന്ധിച്ച എല്ലാവരെയും അനുഗ്രഹിക്കണമേ. മാതാപിതാക്കളും ഭാര്യാഭർത്താക്കന്മാരും പുത്രീപുത്രന്മാരും പരസ്പര സ്നേഹത്തിൽ വളർന്നു ധന്യമായ ജീവിതം നയിക്കുന്നവരായിരിക്കാൻ സഹായിക്കണമേ. നിന്റെ പരിശുദ്ധാത്മാവിനാൽ പരസ്പര സ്നേഹത്തെ രൂപാന്തരപ്പെടുത്തി ദിവ്യരാജ്യത്തിന്റെ അനുഭവത്തിൽ ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് സ്വന്തം ജീവൻ നൽകി ഞങ്ങളെ സ്നേഹിച്ച യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുമ്പോൾ കൃപയോടെ കേൾക്കണമേ. സമാധാനത്തോടെ ലോകത്തിലേക്ക് പുറപ്പെട്ടു പോകുകയും ധൈര്യപ്പെട്ടിരിക്കുകയും തീയതിനെ വെറുത്ത് നല്ലതിനെ മുറുകെ പിടിക്കുകയും ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിക്കുകയും മനസ്സുറപ്പില്ലാത്തവരെ ശക്തിപ്പെടുത്തി ബലഹീനരെ താങ്ങി ഞെരുക്കമുള്ളവരെ സഹായിക്കുകയും ചെയ്യും. എല്ലാവരെയും ബഹുമാനിക്കുകയും പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ വിശ്വസിച്ചുകൊണ്ട് കർത്താവിനെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യും. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളുടെ ഉണ്ടായി എല്ലായ്പ്പോഴും നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. ഇപ്പോൾ ഗായക സംഘം മംഗളഗാനം പാടുന്നതാണ്. ജനങ്ങൾക്ക് ഇരിക്കുക. Amen.
നൈജീനും ജിബീനയ്ക്കും അദ്ദേഹങ്ങളുടെ എല്ലാ ആശംസകളും അനുമോദനങ്ങളും നേരുന്നു. ഈ വിവാഹ ശുശ്രൂഷയ്ക്ക് മുഖ്യ കാർമ്മികത്വം നിർവഹിച്ചത് അഭിയന്ത തോമസ് തിരുവേനിയാണ്. വന്നിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ഒരു കുടുംബങ്ങളുടെയും പേരിൽ തിരുവേനിയുടെ നന്ദി പ്രത്യേകമായി അറിയുന്നു. ഈ ശുശ്രൂഷയിൽ സഹകാർമ്മികരായിരുന്ന യൂണി ആൻഡ്രൂസച്ചൻ, വർഗീസ് മത്തായി അച്ഛൻ, അജിൽ അച്ഛൻ, ജസ്റ്റിൻ അച്ഛൻ, റോബിൻ അച്ഛൻ, ആൽവിൻ അച്ഛൻ, എല്ലാ സഹപട്ടക്കാരോടുള്ള നന്ദിയും സ്നേഹവും പ്രത്യേകമായി അറിയിക്കട്ടെ. ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകിയ ഗായക സംഘത്തോടും ക്വയർ മാസ്റ്റർക്കുള്ള നന്ദിയും സ്നേഹവും അറിയിക്കും. വേദന്മാരോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കട്ടെ. ഇതിന് ശേഷമുള്ള റിസപ്ഷൻ ക്രമീകരിച്ചിരിക്കുന്ന തൊട്ടടുത്തുള്ള ബെഞ്ചമിൻ ബെയ്ലി ഹാളിലാണ്. വന്നിട്ടുള്ള എല്ലാവരും ആ ഹാളിൽ വന്ന് റിസപ്ഷനിൽ പങ്കുചേരണം എന്ന് ഭവനക്കാർക്ക് വേണ്ടി ഓർമ്മിക്കണം. ഫോട്ടോ എടുക്കുന്നവർ അധിക സമയം എടുക്കാതെ ഇവിടുന്ന് ഹാളിലേക്ക് പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് സ്നേഹത്തോടെ ഓർമ്മിക്കുന്നു. ഈ ശുശ്രൂഷ അവസാനിക്കുന്നത് വെഡിങ് മാർച്ചായി പടിഞ്ഞാറാവാതിൽ ചെന്ന ആശീർവാദത്തിന് ശേഷമാണ്. അതിനുശേഷമേ സീറ്റിൽ നിന്ന് പോകാവൂ എന്ന പ്രത്യേകം ഓർമ്മിക്കുന്നു. വെഡിങ് മാർച്ചിന് വേണ്ടി നമുക്കെല്ലാവരും എഴുന്നേറ്റ് നിൽക്കാം. അതിനേക്കാട്ടി നിങ്ങളെല്ലാവരും ഒരു മെജോറിറ്റി ഇപ്പോൾ 30s ഒക്കെയാണ് കല്യാണം ഇമ്പോർട്ടൻ്റ് ആണ്, റൈറ്റ്? ഒരു വിത്തിൻ മൊമെന്റ്സ് ഒരു 5-10 മിനിറ്റ്സിനുള്ളിൽ അവർ ഈ ഒരു സ്റ്റേജിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും. ആ സമയത്ത് നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഗ്രാൻഡ് എൻട്രി തന്നെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ആ ടൈമിൽ നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ഏറെ സ്നേഹത്തോടെ വേണം അവർ രണ്ടുപേരെയും ഈ ഒരു വേദിയിലേക്ക് സ്വീകരിക്കാനായി. ആൻഡ് വൺസ് അഗെയിൻ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു,
അവിടെ പുറത്ത് സ്റ്റാർട്ടേഴ്സ് നമ്മൾക്ക് വേണ്ടി അറേഞ്ച് ചെയ്തിരിക്കുന്നുണ്ട്. So first of all, congratulations on behalf of all of us who have gathered here. ഇങ്ങനെ രണ്ടുപേരും ഒരുപാട് സന്തോഷത്തിലാണ്. അതുപോലെ തന്നെ വാട്ട് നെക്സ്റ്റ് എന്നുള്ളൊരു ടെൻഷനും ഉണ്ടാവും അല്ലേ? ഒരുമിച്ച് ലൈഫ് സ്റ്റാർട്ട് ചെയ്യാൻ ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ട്. ആൻഡ് വിതൗട്ട് ഫർദർ അഡോ, ഇന്ന് ഇവരെക്കാട്ടിൽ കൂടുതൽ സന്തോഷത്തോടെ പ്രതീക്ഷകളോടെ ഇവിടെ ആയിരിക്കുന്ന കുറച്ചധികം പേരുണ്ട്. ഇന്നത്തെ ദിവസത്തിന് വേണ്ടി കാത്തിരുന്ന ഒരുപാട് കാത്തിരിപ്പുകളും ഒരുപാട് പ്രിപ്പറേഷൻസും ആയിട്ട് ഇവിടെ ആയിരിക്കുന്ന കുറച്ച് പേര്. ഒബ്വിയസ്ലി അവരുടെ പാരൻസ്, അവരുടെ സിബ്ലിങ്സ്. സോ അവരെ കൂടെ നമുക്ക് ഈ ഒരു വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യേണ്ടതുണ്ട്. The dashing groom of the day, Dr. Nigel Joe Benjamin. He is the proud son of Mr. Benjamin James and Mrs. Cillian Benjamin. Actually, അമ്മയും ഏറെ സ്നേഹത്തോടെ ഞാൻ ഈ വേദിയിലേക്ക്. Now, here we have the prettiest bride of the day, Dr. Javina and Jacob. She is the proud daughter of Mr. Jacob Matthew and Mrs. Shirley Jacob. അവർ രണ്ടുപേരെയും ഏറെ സ്നേഹത്തോടെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ and without further ado, we are moving on to the ceremonies over the stage. ഈ സ്റ്റേജിൽ നമുക്ക് ആദ്യം തന്നെ ക്യാൻഡിൽ ലൈറ്റിംഗ്, ലാമ്പ് ലൈറ്റിംഗ് സെറമണിയാണ്. നമുക്കറിയാം ദീപം പ്രകാശം ഐശ്വര്യത്തിൻ്റെ പ്രതീകമാണ് അല്ലേ? ലൈറ്റ് ആസ് എ സിമ്പിൾ ഓഫ് പ്രോസ്പെരിറ്റി എന്ന് അവർ രണ്ടുപേരും ഒരുമിച്ചൊരു ജേർണി, ലൈഫ് ജേർണി സ്റ്റാർട്ട് ചെയ്യാണ്. ഈ ഒരു അവസരത്തിൽ ഈ ഒരു ക്യാൻഡിൽ ലൈറ്റ് ചെയ്ത് ഒരുമിച്ചൊരു ജീവിതം ഏറ്റവും സന്തോഷത്തോടെ അവർ സ്റ്റാർട്ട് ചെയ്യട്ടെ. സോ ഫോർ ദാറ്റ് may I invite both of you to this beautiful candle lighting ceremony. And now I'd like to